ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷവും ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ തിരക്കൊഴിയുന്നില്ല. ജയിച്ചു കയറിയ യുവജനപ്രതിനിധികൾ വന്ന വഴി മറക്കാതെ കല്ലറയിലും എത്തി. ഷാഫി പറമ്പിലും ഡീൻ കുര്യാക്കോസുമാണ് വിജയദിനം ആഘോഷിച്ച് പിറ്റേ ദിനം തന്നെ പുതുപ്പള്ളിയിലെത്തിയത്. കുഞ്ഞൂഞ്ഞിനെ മറക്കാതെ കുഞ്ഞൂഞ്ഞ് കൈപിടിച്ച് കയറ്റിയ യുവ നേതാക്കൾ ഷാഫി പറമ്പിലും ഡീൻ കുര്യാക്കോസും വിജയമറിഞ്ഞ ശേഷം മണ്ഡല പര്യടനത്തിന് പോലും നിൽക്കാതെ ആദ്യമെത്തിയത് പുതുപ്പള്ളിയിൽ ഉമ്മൻചാണ്ടിയുടെ കല്ലറയിൽ. ഇവിടെ നിന്നാണ് തുടങ്ങിയതെന്ന് വൈകാരികമായി ഷാഫി പറമ്പിൽ. അല്ല, ഇവിടം കൊണ്ടാണ് ഞങ്ങളൊക്കെ തുടങ്ങിയത്. ഞങ്ങളുടെയൊക്കെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ സാറിൻ്റെ സാന്നിധ്യവും സാറിൻ്റെ ഒരു കരുത്തും ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഇനി ഒരാൾ ഉണ്ടാവില്ല, അതുപോലെ ഒരാൾക്കാവാൻ പറ്റുകയില്ല. ഇന്നലെ അങ്ങനെ ആയിരുന്നു, ഇന്ന് അങ്ങനെയാണ്, നാളെ അങ്ങനെ ആവുകയും ചെയ്യും. അതിലൊരു മാറ്റവും ഉണ്ടാവില്ല. അദ്ദേഹം കാണിച്ചു തന്നൊരു മാർഗമുണ്ട്, ആ വഴിയുണ്ട്. ആ വഴിയിലൂടെ ആയിരിക്കും അവസാന ശ്വാസം വരെ ഒരു മനുഷ്യനെന്ന നിലക്കും പൊതുപ്രവർത്തനം എന്ന നിലക്കും സഞ്ചരിക്കുക. ഉമ്മൻചാണ്ടിയെ പോലെ പൊതുപ്രവർത്തകനാകാനാണ് ശ്രമമെന്ന് ഡീൻ കുര്യാക്കോസ്. അദ്ദേഹത്തിന്റെ ആ ഒരു ഓർമ്മകളാണ് ഇനിയും നമുക്ക് മുന്നോട്ട് പോകുവാനുള്ള പ്രേരണ, പിന്തുണ. കാരണം എല്ലാവരെയും കരുതുക, അതാണ് പൊതുപ്രവർത്തനത്തിന്റെ ലക്ഷ്യം, ഉദ്ദേശ്യം എന്നുള്ളത് ലോകത്തിന് കാണിച്ചു നൽകിയ മഹാനാണ് ഉമ്മൻചാണ്ടി സാറ്. ഒരു ജനപ്രതിനിധി എന്നുള്ള നിലയിലും പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയിലും എക്കാലവും സാറിനെ അല്ലെങ്കിൽ സാറിൻ്റെ ആ ഒരു ശൈലി അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ പോകുവാനാണ് ഞങ്ങളെല്ലാവരും ആഗ്രഹിക്കുന്നത്. കല്ലറയിലും പള്ളിയിലും പ്രാർത്ഥിച്ച ശേഷമായിരുന്നു ഷാഫി പറമ്പിലിന്റെയും ഡീൻ കുര്യാക്കോസിന്റെയും അടക്കം. പ്രവർത്തകരും ജനപ്രതിനിധികളും ചേർന്ന് വൻ സ്വീകരണമാണ് നിയുക്ത എംപിമാർക്ക് ഒരുക്കിയിരുന്നത്. റിപ്പോർട്ടർ, കോട്ടയം.